99 മുതൽ കംപ്ലീറ്റ് സൗരോർജ്ജം കൊണ്ടാണ് ഈ ബിൽഡിംഗ് നടക്കുന്നത്. അക്കാലത്ത് ഞങ്ങൾ 5 കിലോ വാട്ട് സോളാർ സിസ്റ്റമാണ് ഇവിടെ സ്ഥാപിച്ചത്. തേവര കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബസ് യാത്ര ചെയ്ത് തേവരയിൽ നിന്ന് വീട്ടിലേക്ക് ബസ്സിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഞാൻ പരിസരമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നതും മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നതൊക്കെ എൻ്റെ മനസ്സിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഒരു എനർജി മിക്സ് ആയിരിക്കും ഒരു പക്ഷേ അടുത്ത ഫ്യൂച്ചറിൽ നമ്മുടെ എനർജി സെനാരിയോയിൽ നമ്മൾ കാണുന്ന പ്രത്യേകത. പ്രകൃതിയും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന ഒരിടം. സൂര്യന്റെ അനന്തമായ ഊർജത്തെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച പരിശീലന കേന്ദ്രമാണ് ആലുവയിലെ മിത്രധാം. 1996 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം പുനരുപയോഗ ഊർജ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണ്. CMI സന്യാസ സമൂഹത്തിന്റെ എറണാകുളം സേക്രഡ് ഹാർട്ട് പ്രൊവിൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന മിത്രധാം ഭാവിയുടെ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള ഒരു വാതിലായി നിലകൊള്ളുന്നു. ഈ മിത്രധാം എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുന്നത് 1996 തേവര കോളേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ സെൻ്ററായിട്ടാണ് തുടങ്ങുക. ഞാൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ അധ്യാപകനായിരിക്കുമ്പോൾ എൻവയൺമെൻറ്റ് റിന്യൂവബിൾ എനർജി എന്ന വിഷയത്തിൽ ഒരു എക്സ്റ്റൻഷൻ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, അവയർനെസ് പ്രോഗ്രാംസ് ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റർ തുടങ്ങുന്നത്. ഈ കെട്ടിടം ഇവിടെ കാണുന്ന ഈ വലിയ മെയിൻ ബിൽഡിങ്, ഇത് നടത്താനുള്ള ബിൽഡിങ് നമ്മൾ 1999 പണി തീർത്തത്. 99 മുതൽ കംപ്ലീറ്റ് സൗരോർജ്ജം കൊണ്ടാണ് ഈ ബിൽഡിംഗ് നടക്കുന്നത്. അക്കാലത്ത് ഞങ്ങൾ 5 കിലോ വാട്ട് സോളാർ സിസ്റ്റമാണ് ഇവിടെ സ്ഥാപിച്ചത്. ഓഫ് ഗ്രിഡ് ആയിട്ടുള്ള സോളാർ സിസ്റ്റം. ആ 5 കിലോ വാട്ട് സോളാർ എനർജി കൊണ്ട് സാധാരണ ഈ സെൻറ്ററിൻ്റെ ആവശ്യങ്ങളെല്ലാം ലൈറ്റ്, ഫാന്, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, അങ്ങനെ സാധാരണ ആവശ്യങ്ങൾ, ടെലിവിഷൻ, ഇങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളും അതുകൊണ്ട് നടത്താമായിരുന്നു. വാഷിംഗ് മെഷീനൊക്കെ. നമ്മുടെ ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ഊർജ പ്രതിസന്ധിയും ആഗോളതാപനവും. ഇവിടെയാണ് സൗരോർജം പോലുള്ള പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ പ്രസക്തി. പ്രവർത്തനം തുടങ്ങിയ കാലത്ത് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനിങ് സെന്റർ എന്ന ബഹുമതി മിത്രധാമിന് സ്വന്തമായിരുന്നു. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെയും അവിടുത്തെ വിദഗ്ധരുടെയും സഹായത്തോടെയാണ് മിത്രധാം ഈ വിപ്ലവത്തിന് തുടക്കമിട്ടത്. കേവലം ഒരു സ്ഥാപനം എന്നതിലുപരി സൗരോർജം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകേണ്ടതിനെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്താൻ മിത്രധാം അക്കാലം മുതൽ മുന്നിലുണ്ട്. അക്ഷയോർജത്തെക്കുറിച്ച് കാര്യമായിട്ട് ആരൊന്നും കേൾക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. പക്ഷേ ഇന്ന് എല്ലാ മുക്കിലും മൂലയിലും അക്ഷയോർജത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു. ഇലക്ട്രിക് കാറുകൾ നമ്മൾ ഉപയോഗിക്കുന്നു, ഈ ഡ്രോൺസ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഇലക്ട്രിക് ഉപയോഗിച്ചുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അത് ഇൻഡക്ഷൻ കുക്കർ നമ്മുടെ അടുക്കളകൾ ഭരിക്കാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് വളരെയധികം കൂടും. ആ ഇലക്ട്രിസിറ്റി മുഴുവൻ ഈ ഫോസിൽ എനർജി, എണ്ണ കത്തിച്ചോ അല്ലെങ്കിൽ കൽക്കരി കത്തിച്ചോ ആ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പൊല്യൂഷനായിരിക്കും. നമ്മുടെയൊക്കെ ആരോഗ്യം വളരെ വളരെ അപകടത്തിൽ ചെല്ലും. അപ്പോൾ ഈ റിന്യൂവബിൾ എനർജി ഉപയോഗിച്ച് തന്നെയാണ് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ടതും. അങ്ങനെ ഒരു ഗ്രീൻ എനർജി ഉപയോഗിക്കുന്ന ഒരു തലമുറ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. മിത്രധാമിന്റെ ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ ഒരാളുടെ നിശ്ചയദാർഢ്യമുണ്ട്. ഫാദർ ഡോക്ടർ ജോർജ് പിട്ടാപ്പിള്ളിൽ, CMI. എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ഫിസിക്സ് അധ്യാപകനായിരുന്ന അദ്ദേഹം ക്ലാസ് മുറികളിലെ സിദ്ധാന്തങ്ങളെ ജീവിതഗന്ധിയായ മാറ്റങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. 1996 മുതൽ റിന്യൂവബിൾ എനർജി മേഖലയിൽ അദ്ദേഹം സജീവമാണ്. സൗരോർജത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ പരിസ്ഥിതി സൗഹാർദ്ദത്തിന്റെ വലിയ മാതൃക കേരളത്തിന് പരിചയപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതാണ്.
ഒരു അധ്യാപകന്റെ ദീർഘവീക്ഷണവും ഒരു സന്യാസിയുടെ സമർപ്പണവുമാണ് മിത്രധാമിന്റെ പ്രവർത്തനങ്ങളിൽ ഊർജമായി മാറിയത്. ഞാൻ പ്രകൃതിയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ അപ്പനൊരു കർഷകനായിരുന്നു, ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു, എന്നാലൊരു ബേസിക്കലി ഒരു കർഷകനായിരുന്നു. ചെറുപ്പം തൊട്ട് ഞാൻ വീട്ടിലിങ്ങനെ കൃഷിപ്പണികളൊക്കെ ചെയ്ത് അപ്പനെയും അമ്മയും വീട്ടിലൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു. തേവര കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ബസ് യാത്ര ചെയ്ത് തേവരയിൽ നിന്ന് വീട്ടിലേക്ക് ബസ്സിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഞാൻ പരിസരമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നതും മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നതൊക്കെ എൻ്റെ മനസ്സിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പരിസ്ഥിതി മുഴുവൻ നശിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് ഓരോ ജീവജാലങ്ങൾ നശിക്കുന്നു. ആ ഇടയ്ക്ക് പേപ്പറുകളിലും ന്യൂസ് ചാനലുകളിലൊക്കെ നമ്മുടെ ഈ പരിസ്ഥിതിയുടെ നാശത്തെക്കുറിച്ചുള്ള വളരെ നല്ല കവറേജ് കിട്ടിയിരുന്നു. അപ്പോൾ ഇത് എല്ലാം ആഡ് ചെയ്തു. അപ്പോൾ ജനങ്ങളെ ഈ കാര്യം ഒന്ന് അവബോധപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പരിസ്ഥിതിയുടെ ആ നാശം അതുവഴിയായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ പരിസ്ഥിതി മലിനീകരിക്കുന്നു, വായു മലിനീകരിക്കുന്നു, വെള്ളം മലിനമാകുന്നു, ഭക്ഷണം മലിനമാകുന്നു. ഇതുകൊണ്ടൊക്കെ ഫൈനലി നമ്മളുടെ ആരോഗ്യം നശിപ്പിക്കുകയാണ്. പണ്ട് ഞാൻ കൊച്ചു ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാമത്തിൽ ഒരുവിധം ഒരു ചെറുപ്പക്കാരായിട്ട് രോഗിയായിട്ടിരിക്കുന്ന ഒരൊറ്റയാളുള്ളൂ അന്ന്. എന്നാൽ ഇന്ന് ആ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ രോഗികളായിട്ടുള്ള നിരവധി കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് സ്ഥിരം മരുന്നെടുക്കുന്നവർ നിരവധിയാണ്. അപ്പോൾ ഇത് വലിയൊരു അധപ്പതനമാണ്, ആരോഗ്യരംഗത്തുള്ള വലിയൊരു അധപ്പതനമാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾ വേണ്ടത്ര അവെയറായിട്ട് പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല. അവെയറാണെങ്കിലും ആക്ഷൻ എടുക്കാത്തപ്പോൾ അവരൊന്നും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ യഥാർത്ഥ അപകടങ്ങൾ ഫൈനലി നമ്മുടെ പോക്കറ്റുകളെ കാലിയാക്കുന്ന യഥാർത്ഥ അപകടങ്ങളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തിൽ അനേകരുടെ മരണത്തിനൊക്കെ തന്നെ കാരണമാകുന്നതിനെക്കുറിച്ചും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. അത് ഉദിച്ചതാണ് ഈ ആശയം. അറിവ് പകരുന്നത് മിത്രധാമിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. 2000 മുതൽ പുനരുപയോഗ ഊർജത്തെക്കുറിച്ച് ഇവിടെ ശാസ്ത്രീയമായ പരിശീലനങ്ങൾ നൽകി വരുന്നു. ആദ്യകാലങ്ങളിൽ ജർമ്മനിയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരാണ് ഇവിടെ പരിശീലനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. 2005 കേരളത്തിലെ ഈ മേഖലയിലെ ആദ്യത്തെ അസോസിയേഷനായ ക്രീപ്പ, കേരള റിന്യൂവബിൾ എനർജി എന്റർപ്രണേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ, മിത്രധാമിന്റെ മണ്ണിൽ നിന്നാണ് ജന്മമെടുത്തത്. ഇന്ന് കേരളത്തിലെ പുനരുപയോഗ ഊർജ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ വിദഗ്ധരും സംരംഭകരും മിത്രധാമിന്റെ തണലിൽ വളർന്നവരാണ്. 2000 മുതൽ ഇവിടെ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നു. മെയിനായിട്ടും സോളാർ ഫോട്ടോവോൾട്ടേക്കിൽ ടെക്നീഷ്യൻസിനെ ട്രെയിൻ ചെയ്യുന്നു. പിന്നെ എനർജി ഫ്രം ബയോമാസിൻ്റെ ലൈനിലുള്ള ടെക്നീഷ്യൻസിനെ ട്രെയിൻ ചെയ്യുന്നു. സോളാർ ഡ്രൈയിങ്, ഉണക്കുന്ന ഈ സൂര്യൻ്റെ എനർജി ഉപയോഗിച്ച് ഉണക്കാനായിട്ടുള്ള ട്രെയിനിങ്, ഇതൊക്കെ ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് ഇതിൻ്റെ എക്സ്പേർട്സിനെ കൊണ്ടുവന്നാണ് 2000 തൊട്ട് നടത്തി. അത് 2014 വരെ അതിങ്ങനെ നടത്തി. ഇതിൻ്റെ കൂടെ ജർമ്മനിയിലെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുകയും ജർമ്മനിയിൽ തന്നെയുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അസോസിയേഷൻ വഴിയായിട്ട് ഈ നല്ല മനുഷ്യബന്ധങ്ങൾ ജർമ്മനിയിൽ ഉള്ള സ്റ്റുഡൻസ്, നമ്മുടെ സ്റ്റുഡൻസൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ധാരാളം പരിശ്രമിച്ച് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞ എല്ലാ വർഷവും ഒക്ടോബറിൽ ഒരാഴ്ചത്തെ ഒരു പരിപാടി, ജർമ്മൻ സ്കൂളിലൊക്കെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് താമസിക്കും. ഇവിടെയുള്ള സ്കൂളുകളിൽ അവർ പോവും, ആ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, അവർ ജോയിൻ്റ് ആയിട്ടുള്ള സയൻസ് പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ നടത്തിയിരുന്നു. 2014 തൊട്ട് നമ്മുടെ തന്നെ ആളുകൾ ഇത് ട്രെയിൻഡായി. നമ്മൾ ആദ്യം ജർമ്മൻകാർ വന്ന് ട്രെയിനിങ് കൊടുത്ത ആളുകൾ ഒക്കെ 2014 തൊട്ട് ഇവിടെയുള്ള ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തു തുടങ്ങി. അന്ന് ട്രെയിനിങ് സ്വീകരിച്ച ആളുകൾ പലരും ഇന്ന് ഈ അക്ഷയോർജ രംഗത്തെ വളരെ ഉന്നതമായിട്ടുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട്. ഈ രംഗത്തെ ഗവൺമെൻറ്റിനെ തന്നെ അഡ്വൈസ് ചെയ്യാൻ മാത്രമുള്ള ആ ഒരു കഴിവ് അവർ സമ്പാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫീൽഡ് വളരെയധികം ഡെവലപ്പ് ചെയ്തു. 2000 ആക്ടിവിറ്റി തുടങ്ങി. 2005 നമ്മൾ ക്രീപ എന്ന KREEPA, കേരള റിന്യൂവബിൾ എനർജി എന്റർപ്രണേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ, അന്ന് 2005 കേരളത്തിലുണ്ടായിരുന്ന 15 റിന്യൂവബിൾ എനർജി എന്റർപ്രണേഴ്സിനെയും പ്രൊമോട്ടേഴ്സിനെയും ഒരുമിച്ച് കൂട്ടി നമ്മളൊരു അസോസിയേഷൻ തുടങ്ങി.
കാലാവസ്ഥാ വ്യതിയാനം ഒരു ഭീഷണിയായി നമുക്ക് മുന്നിലുണ്ട്. മലിനീകരണവും കാർബൺ ബഹിർഗമനവും കുറയ്ക്കാൻ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സൗരോർജം സ്വീകരിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. വരും തലമുറയ്ക്കായി നമുക്ക് കരുതി വയ്ക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം മലിനമാകാത്ത പ്രകൃതിയാണ്. മിത്രധാം നൽകുന്ന സന്ദേശവും ഇതുതന്നെ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, സൂര്യന്റെ ഊർജം കരുത്താക്കുക. അതോടൊപ്പം പുനരുപയോഗ ഊർജത്തിന്റെ മറ്റ് സാധ്യതകളെയും മേഖലകളെയും കുറിച്ചും ഫാദർ ജോർജും മിത്രധാമും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഗ്രീൻ എനർജിയിൽ പല 10 സോഴ്സസ് നമ്മൾ കണ്ടു. എങ്കിലും ഇതിലൊക്കെ ഏറ്റവും ഇഫക്റ്റീവായിട്ടും ഏറ്റവും ഷോർട്ട് ടൈം കൊണ്ടും ഏറ്റവും പണം കുറച്ചും നമുക്ക് ഉപയോഗിക്കാവുന്ന എനർജിയാണ് സോളാർ ഫോട്ടോവോൾട്ടൈക്. സോളാർ ഫോട്ടോവോൾട്ടൈക്കിൽ മൂവിങ് പാർട്ട് ഒന്നുമില്ല. മറ്റു മിക്കവാറും എല്ലാ അക്ഷയോർജ്ജങ്ങളിലും മൂവ് ചെയ്യുന്ന പാർട്ടുണ്ട്. വിൻഡിലാണെങ്കിൽ കറങ്ങുന്ന ആ വിൻഡ് ജനറേറ്ററുണ്ട്. അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തേയ്മാനങ്ങളൊക്കെ സംഭവിച്ചതിന് മെയിൻ്റനൻസ് ഒരുപാട് വരും. ബയോഗ്യാസിലാണെങ്കിലും ആ കറങ്ങുന്ന ഇത്, ഹൈഡ്രോ ഇലക്ട്രിക് ആണെങ്കിലും അങ്ങനെയുള്ള കറങ്ങുന്ന മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാത്ത ഒരു സാധനമാണ് സോളാർ പാനൽ. സൂര്യപ്രകാശം വീണ ഉടനെ ഈ പാനൽ ഒരു ബാറ്ററി പോലെയാകുകയാണ്. ഈ സൂര്യപ്രകാശം വന്ന് വീണ് കഴിയുമ്പോൾ പാനൽ ഒരു വലിയ ബാറ്ററിയായി. അതിനൊരു 17 വോൾട്ടോ ഒക്കെയുള്ള 12 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന പാനലാണെങ്കിൽ ഒരു 17 വോൾട്ടൊക്കെ ഉണ്ടാവും. 48 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 52 വോൾട്ടൊക്കെ ഈ സൂര്യപ്രകാശം വീണ് കഴിയുമ്പോൾ പാനലിനുണ്ടാകുകയാണ്. അപ്പോൾ ആ ഹൈ വോൾട്ടേജുള്ള ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ 48 വോൾട്ടുള്ള ഒരു ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ന് മാത്രമല്ല, ഫാസ്റ്റായിട്ട് വെള്ളത്തിൻ്റെ മുകളിലുണ്ടാക്കാം, വഴിയിൽ, റെയിൽവേ ട്രാക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ സോളാർ എനർജി എവിടെ വേണമെങ്കിലും നമുക്ക് സോളാർ പാനൽ സ്ഥാപിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് വളരെ ഈസിയാണ് സ്ഥാപിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ എനർജിയുടെ ഫ്യൂച്ചർ മെയിനായിട്ട് സോളാർ എനർജിയാണ് സാധാരണ. പക്ഷേ വളരെ ഹൈ ഡെൻസിറ്റി എനർജി ആവശ്യമുള്ള രംഗങ്ങളിൽ സോളാർ എനർജി അല്പം നമുക്കിപ്പോൾ പറ്റും. അതുകൊണ്ടാണ് പുതിയ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി തന്നെ ഹൈഡ്രജൻ ടെക്നോളജി വന്നിട്ടുണ്ട്. ഫ്യൂൽ സെല്ല്, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഇലക്ട്രിക് ചാർജ് റിലീസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രിനാണ് നമ്മൾ ഫ്യൂൽ സെൽ എനർജി. അപ്പോൾ ഫ്യൂൽ സെല്ല് കൊണ്ടുള്ള വണ്ടികൾ ഇപ്പോൾ ഉണ്ട്. ഹൈഡ്രജൻ വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ ഫ്യൂൽ സെല്ല് വണ്ടികളാണ്. അത് റോക്കറ്ററിക്കൊക്കെ ഹൈഡ്രജൻ ഉപയോഗിക്കാൻ പറ്റും, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല ഗ്യാസിനും. പക്ഷേ അതിന് ഒരുപാട് ലിമിറ്റേഷനുണ്ട്. ഒരു എക്സ്പ്ലോസീവ് ഗ്യാസാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഇതിനുണ്ട്. അതർവൈസ് ഈ സോളാർ എനർജിയും ഹൈഡ്രജനും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്കവാറും എല്ലാ ആവശ്യങ്ങൾക്കും ധാരാളമായിട്ടുള്ള എനർജി ഉണ്ട്. അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള എനർജി അതിൻ്റെ പൊല്യൂഷൻ മാറ്റിക്കഴിഞ്ഞാൽ അതും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനുള്ള പരിശ്രമങ്ങളും ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിൽ എനർജി ആ ബേണിംഗ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ഇതിൻ്റെ എമിഷൻ കുറയ്ക്കുക, ഇങ്ങനെയുള്ള അറ്റംപ്റ്റ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫോസിൽ എനർജിയെ ഒക്കെ നമ്മൾ കുറച്ചും കൂടെ ക്ലീനായിട്ടുള്ള ഫോസിൽ എനർജി ആയിട്ട് ഉപയോഗിക്കുന്ന പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ എനർജി ഒരു എനർജി മിക്സ് ആയിരിക്കും. പക്ഷേ അടുത്ത ഫ്യൂച്ചറിൽ നമ്മുടെ എനർജി സെനാരിയോയിൽ നമ്മൾ കാണുന്ന പേര്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലേറെയായി മിത്രധാം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചം അതിരുകൾ കടന്ന് പടരുകയാണ്. കാലം മുന്നോട്ട് നീങ്ങും തോറും മിത്രധാമിന്റെ പ്രസക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കുറഞ്ഞ ചിലവിൽ പരിസ്ഥിതിയെ നോവിക്കാതെ നമുക്ക് ഊർജം കണ്ടെത്താം എന്ന് ഈ സ്ഥാപനം നമ്മെ പഠിപ്പിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മലിനീകരണത്തിൽ നിന്ന് ശുദ്ധിയിലേക്ക് മിത്രധാം നമുക്ക് വഴികാട്ടുന്നു.